മാലിന്യ പ്രശ്നത്തിൽ അലംഭാവം തുടർന്നു തന്നെയാണ് കൊല്ലം നഗരസഭയിലും കാര്യങ്ങൾ നീങ്ങുന്നത്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് നീക്കം ചെയ്യാതെ ആയതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് നഗരവാസികളും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കൊല്ലം നഗരത്തിന്റെ മാലിന്യ നീക്ക അവസ്ഥ ഏത് രീതിയിലാണ്? രോഹിണി, കൊല്ലം നഗരത്തിന്റെ അവസ്ഥയും തിരുവനന്തപുരത്തിന് സമാനം തന്നെയാണ്. നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊല്ലത്തിന്റെ അവസ്ഥയും വരുന്നത്. കൊല്ലത്തും മേയറുടെ അലംഭാവം, പ്രസന്ന ഏണസ്റ്റാണ് മേയറുടെ ഒരു അലംഭാവം ഇവിടെ എല്ലായിടത്തും ദൃശ്യമാണ്. കാരണം നഗരപരിധിയിൽ മൊത്തവും മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കടലോര പ്രദേശങ്ങളായാലും ശരി, അല്ലെങ്കിൽ നഗരപ്രാന്ത പ്രദേശങ്ങളായാലും ശരി, മനുഷ്യന് ചെന്നെത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, പകർച്ചപ്പനിയെല്ലാം പടർന്നു പിടിക്കുന്നൊരു അവസ്ഥ നിലവിലുണ്ട്. നേരത്തെ തന്നെ ജില്ലയിലടക്കം പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജില്ലയ്ക്ക് നഗരത്തിനോട് ചേർന്നുള്ള ജോനകപ്പുറം കടൽ തീരത്തോട് ചേർന്നുള്ള മത്സ്യബന്ധന ഹാർബറിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇവിടെ എത്രത്തോളം ദുസ്സഹമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച മാസങ്ങളോളമായി, നിർമ്മാർജ്ജനം ചെയ്തിട്ട് മാസങ്ങളോളമായെന്ന് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴിയാണ് ആളുകൾ മീൻ അടക്കമുള്ളവ കൊണ്ട് പോകുന്നത്, മത്സ്യബന്ധനം കഴിഞ്ഞ് പോകുന്നത്. മാത്രമല്ല മത്സ്യം വാങ്ങാനായിട്ട് ആളുകൾ എത്തുന്നതെല്ലാം ഇവിടെ തന്നെയാണ്. ഈ പ്രദേശത്താണ് ഈ അവസ്ഥ. മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, വലിച്ചെറിഞ്ഞ് കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് നിർമ്മാർജ്ജനം ചെയ്തിട്ട് മാസങ്ങളോളമായെന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കും. നായ്ക്കൾ കടിച്ചു വലിച്ചും അതുപോലെ തന്നെ മറ്റ് പക്ഷികളെല്ലാം വന്ന് കൊത്തിവലിച്ചുമെല്ലാം വൃത്തികേടാക്കിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. മനുഷ്യന് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിലൂടെയാണ് ഈ മീനും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുമായെല്ലാം ആളുകൾ പോകുന്നതെന്നുകൂടി ഓർക്കണം. വളരെ ദുസ്സഹമായ അവസ്ഥ, വളരെ അസഹനീയമായ അവസ്ഥ കൂടിയാണിത്. ഇത് പങ്കുവയ്ക്കുന്നത് തന്നെ നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിലടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ്. കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സമസ്ത മേഖലകളിലും ഈ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. നഗരത്തിലടക്കം പനി വ്യാപകമാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡെങ്കുവും എലിപ്പനിയും അടക്കമുള്ള സാംക്രമിക രോഗങ്ങളടക്കം പകർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നെല്ലാം കൊടിയ അനാസ്ഥ ഉണ്ടാകുന്നത്. മാലിന്യ സംസ്കരണം എന്നത് പാഴ്വാക്കായി പോകുന്ന ഒരു സാഹചര്യം കൊല്ലത്തുനിന്ന് പറയേണ്ടി വരും. കാരണം ഒരിടത്തും സംസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഈ അവസ്ഥയാണ്. ഇതുപോലെ സമാനമായ ഒരു സാഹചര്യം എല്ലായിടത്തും മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇതിലൂടെയാണ് ജനങ്ങൾ നടന്നു പോകുന്നതും അതുപോലെ തന്നെ മറ്റ് യാത്രകളടക്കം ചെയ്യുന്നതും ഓർക്കണം. അതാണ് നിലവിലെ അവസ്ഥ. കൊല്ലം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത്തരം ഈ സമാനമായ ഒരു സാഹചര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് ഇതിൽ ഈ നഗരസഭ സ്വീകരിക്കുന്നതെന്ന് ഓർക്കണം. കാരണം എന്തുകൊണ്ടാണ് നഗരസഭയുടെ ഭാഗത്ത് ഇത് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യക്ഷമമായി ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതിനെല്ലാം അധികൃതർ തന്നെ വേണം ഉത്തരം പറയേണ്ടത്. ഈ ഒരു സാഹചര്യമാണ് നഗരസഭയെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലത്തെ അവസ്ഥ. ഒരിടത്തും വൃത്തിയും ശുദ്ധവും അല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഒരു ജോനകപ്പുറം ഹാർബറിലെ കാര്യം മാത്രമല്ല. ചിന്നക്കടയിലേക്ക് വരുവാണെങ്കിൽ അവിടെയും, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അവിടെയും, ഇതെല്ലാം നമ്മൾ നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വാടിയിലേക്ക് വരികയാണെങ്കിൽ, വാടി മത്സ്യബന്ധന ഹാർബറിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഈ പ്രദേശങ്ങളിലെല്ലാം സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഈ മാലിന്യം സംസ്കരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ മാലിന്യം മാറ്റുന്നതിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനൊന്നും കൃത്യമായ ഉത്തരം ഈ നഗരസഭയുടെ അധികൃതർ ആരും തരുന്നില്ല. മാത്രമല്ല കാര്യക്ഷമമായി ഈ കാര്യങ്ങൾ നീക്കുന്നുമില്ല എന്ന് വേണം എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം, 4 ആൾ കൂടുന്ന ഭാഗങ്ങളിലെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാലിന്യത്തിൽ ചവിട്ടിയല്ലാതെ മനുഷ്യന് നടക്കാൻ കഴിയില്ല, സഞ്ചരിക്കാൻ കഴിയില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൊല്ലം തോടിന്റെ അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ കൊല്ലം തോടിന്റെ അവസ്ഥയും സമാനമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് കായലോര മേഖലകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെയും അഷ്ടമുടിക്കായലിന്റെ തീരം മൊത്തവും മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ കരയും കായലും അതുപോലെ തന്നെ കടലോര മേഖലകളും അടക്കം മാലിന്യ കൂമ്പാരമായിട്ടും അതിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന്, CPM ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് വ്യാപകമായി ഉയരുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങളും പേടിപ്പിക്കുന്ന രീതിയിൽ, ഭയപ്പെടുന്ന രീതിയിൽ ജീവിക്കേണ്ട സാഹചര്യം കൂടിയാണ് ജില്ലയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ജില്ല ഒന്നാകെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയുണ്ട്. അതിന് സമാനമാണ് ഇപ്പോൾ നഗരത്തിലെ അവസ്ഥയുമെന്നാണ് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി പ്രശാന്ത്, മാലിന്യ നീക്കത്തിൽ കൊല്ലം നഗരസഭയും കടുത്ത അലംഭാവം തുടരുന്ന കാഴ്ചകൾ തന്നെയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് കൊല്ലത്തു നിന്നും പങ്കുവച്ചത്.